സതീഷേട്ടാ മറ്റേ ഓരോരോ ഇതിലൊക്കെ സിനിമയിലൊക്കെ ഉണ്ടാവൂലേ അതേപോലെ ആക്കി. ഇപ്പോൾ ഇതാ മീൻ മാർക്കറ്റിലാണ് ഉള്ളത്. കാരണം ഇപ്പൊക്കെ എന്തൊക്കെ ഒരു വിരുന്നുകാരുണ്ട് കേട്ടോ. ഇന്ന് ചിക്കനൊക്കെ ഒഴിവാക്കിയിട്ട് മീൻ വാങ്ങാമെന്ന് വിചാരിച്ച്. അപ്പം പിന്നെ ഞാൻ അയില കേട്ടോ വാങ്ങിയത്. ഞാൻ അയില ആടുന്ന് തന്നെ മുറിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വൃത്തിയാക്കിയിട്ട് തരും, എന്നാലും കുറച്ച് പണിയെല്ലാം ഉണ്ടാവും. പിന്നെ വന്നതിന് ശേഷം വേഗം ഞാൻ അങ്ങോട്ട് അരിയിട്ടേ. ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും കുറച്ച് പണി പോലെ അതിൻ്റെ മുകളിൽ ബാക്കി വെക്കുന്നു. ഈ ചിറകും കാര്യങ്ങളൊന്നും ഒരു മുറിക്കൂല കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് തന്നെ ചെയ്ത് കിട്ടുന്നേ ഭാഗ്യം. അപ്പം ഞാനതൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വറുത്ത് വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. കറി വെക്കണ്ട, കുറച്ച് വറക്കാമെന്ന് വിചാരിക്കുക. എന്തായാലും വേറെ കറി വെക്കുന്നുണ്ട്. പച്ചക്കറി ഉള്ളതിനെ കൊണ്ട് തന്നെ നമുക്കിന്ന് മീൻ പൊരിച്ചതാക്കാമെന്ന് വിചാരിച്ചേ. കാരണം മീൻ കൊതിയന്മാരാണ് ഇവിടെ വരുന്നത്. ചിക്കനേക്കാളും പ്രാധാന്യം മീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് നല്ലോണം വരിഞ്ഞിട്ടിട്ട് മുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം പൊരിച്ചങ്ങോട്ട് വെക്കാമെന്ന് കേട്ടോ. ഇനി ഒരു വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴുകി നന്നായിട്ട് തോലൊക്കെ പോക്കിയിട്ട്, തോല് പോക്കുമ്പോൾ ഓരോരോ കഷ്ണം നോക്കി ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന പരിപാടി എല്ലാവർക്കും ഉണ്ടാവുമെന്നറിയാം. എനിക്കുണ്ട്. കക്കുന്നുണ്ടായിരുന്നു തോല്, എന്നാലും ഞാനത് എല്ലാം കൂടെ ജ്യൂസ് അടിക്കുന്നതിനിടയ്ക്ക് കുറച്ചൊക്കെ തിന്നിട്ടുണ്ട്. പിന്നെ സജീഷേട്ടൻ മേടിച്ച് പിന്നെ ഇവിടുത്തെ സാമ്പാർ ഉണ്ടാക്കുക ഇവിടുത്തെ സ്ഥിരം വെപ്പുകാരനായതിനെ കൊണ്ട് തന്നെ അത് സജീഷേട്ടൻ്റെ ഡ്യൂട്ടി ആട്ടോ. അപ്പം മൂപ്പർ അതിൻ്റെ പച്ചക്കറി എല്ലാം കഷ്ണം മുറിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കഷ്ണമൊക്കെ വായിൽ വെച്ച് കൊടുത്തിട്ടോ. പിന്നെ മാങ്ങ ജ്യൂസ് അടിച്ചാടെ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിലോട്ട് അങ്ങ് കയറ്റി വെച്ചാൽ ഓല് വരുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് ഉണ്ടാകുമല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ അതൊന്ന് അരിഞ്ഞ് കുറച്ച് പാലും പഞ്ചസാരയും ഇട്ടിട്ട് ഒരു നോർമൽ ജ്യൂസ്, എന്താ വെച്ചാൽ അത്രയും ചൂടല്ലേ എന്ന് വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ ഒരു ചായയോ ബേക്കറിയോ ആണ് പൊതുവേ നമ്മൾ വരുമ്പം കൊടുക്കുക. അപ്പോൾ എനിക്ക് വേണ്ട, എന്തായാലും ഇന്ന് ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ച് വേഗം മാങ്ങ ജ്യൂസ് അടിച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പരിപ്പങ്ങോട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ തന്നെ സാമ്പാറിൻ്റെ കഷ്ണം എല്ലാം റെഡിയാക്കി നമ്മളെ വിരുന്നുകാരെത്തിയിട്ടോ. നമ്മളെ ദീപേച്ചിയും അയിനും ഷീതുവാണ് വിരുന്ന് എന്ന് പറയുന്നത്. സ്കൂൾ പൂട്ടിയ തൊട്ട് മേമേൻ്റെ അടുത്ത് പോകാമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഈ കച്ചറ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ. അപ്പം പിന്നെ ഏതായാലും ഷീതു 10ാം ക്ലാസ്സിലേക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങോട്ടേക്ക് വരാൻ പറ്റൂല. ക്ലാസ് തുടങ്ങിയാൽ പിന്നെ കുഞ്ഞു സിദ്ധു ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അയിനുവിന് നല്ലോണമുണ്ട്. കാരണം ഓരെ കാണാനും ഓല കൂടെ കളിക്കാനും വേണ്ടിയിട്ടാട്ടോ ശരിക്കും അയിനു ഇവിടെ വരുന്നത്. അപ്പം കുഞ്ഞുവേട്ടനേടെ സിദ്ധുവേട്ടനേടെ ഇത്ര നേരം സ്കൂളിൽ പോയാൽ വരൂലേ? ഞാൻ പറഞ്ഞു സ്കൂളിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പം ഇത്ര നേരം സ്കൂളിൽ പോയാൽ വരൂലേ എന്നൊക്കെ എന്നോട് ചോദിച്ചേ. ഒരു സ്കൂളിൽ എവിടെയാണ് കിടക്കുക എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നെ അവർക്ക് ജ്യൂസൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ നമ്മളെ സാമ്പാറിൻ്റെയും ബാക്കിയുള്ള ഉപ്പേരീൻ്റെ പരിപാടിയിലോട്ടൊക്കെ അങ്ങോട്ട് കടന്ന് പയറിൻ്റെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ തന്നെ ബാക്കി എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കല്യാണരാമൻ എന്നെ ഇങ്ങനെ ഉപദേശിക്കുകയാണ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇക്കഷ്ണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. സാമ്പാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സത്യം പറയാലോ സജീഷേട്ടൻ ഉണ്ടാക്കുന്ന സാമ്പാർ പൊളിയാട്ടോ. എന്തൊക്കെയോ വാട്ടിയിട്ടും അങ്ങനെയാക്കിയിട്ടും ഇങ്ങനെയാക്കിയിട്ടും ഒക്കെ ഉണ്ടാക്കുക. അതിൻ്റെ റെസിപ്പി നമുക്ക് ഒരു സൈഡേ. അപ്പം ഞാൻ വിചാരിച്ച് മുട്ടക്കൊതി എത്തിയാണ് നമ്മളെ അതിന് മോൾ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒക്കും കൂടെ മുട്ട നമ്മൾ പത്തിരി പോലെ ആക്കുമല്ലോ, അതേപോലെ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ദീപേച്ചിനെ ഏൽപ്പിച്ച്. അപ്പോൾ ദീപേച്ചി നല്ലോണം ഉള്ളിയും പച്ചമുളകും ഇതൊക്കെ ഇട്ടിട്ട് ഉള്ള മുട്ടയാട്ടോ ഉണ്ടാക്കുന്നത്. ഇവർ വന്നപ്പം വീട്ടിലൊരാളനൊക്കെ ആയിട്ടോ. നമ്മളെ കുഞ്ഞു സിദ്ധു അങ്ങോട്ട് പോയതിന് ശേഷം ശരിക്കും പറയുകയാണെങ്കിൽ വീട് ഉറങ്ങിയ പോലെയാണ്. ഒരു ഒച്ച ഉണ്ടാവില്ല. ദേവ് വന്നപ്പം പിന്നെ കുഞ്ഞു സിദ്ധു ഇല്ലാത്തതിനെ കൊണ്ട് അവൾ സൈലൻറ്റ്, ഞാനും സജീഷേറും കൂടെ ശരിക്കും എന്തോ പോലെയാട്ടോ. ഇങ്ങനെ ഇവരിപ്പം വന്നതിന് ശേഷം നമ്മളെ റൂമിലൊക്കെ ഒരു ഒച്ചയും വെളിച്ചുണ്ടായ പോലെ ഉണ്ടാവുകയല്ലോ മക്കൾ വന്നതിന്. അപ്പം അങ്ങനെ തന്നെ അയിനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും.
പിന്നെ നമ്മൾ മുട്ടേൻ്റെ ഓംലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അയില നല്ല അടിപൊളി, നല്ല എന്താ പറയുക, നല്ല നല്ല എന്താ പറയുക, കരിമ്പാറ പോലത്തെ അയില, നല്ല അത്രയും ഉറപ്പുള്ള അയില, നല്ല അടിപൊളി ടേസ്റ്റുള്ള അയില കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഒരു മുറിച്ച് തന്നത് ഇങ്ങനെ 2 പീസായതിനെ കൊണ്ട് തന്നെ കാണുമ്പോൾ നല്ല, നമ്മൾ പൊരിക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ട് വെക്കുന്നേരം കാണാൻ. അപ്പോൾ നല്ലോണം മുളകൊക്കെ ഇട്ട് മീനവിടെ പൊരിച്ചിട്ടുണ്ട്. മീൻ പൊരിച്ചതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ മുട്ടയും കൂടി അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയാൽ ശരിക്കും ഭക്ഷണം കഴിക്കേണ്ട ടൈം ഏകദേശം ആയപ്പോഴാണ് ഓല് വന്നത്. അപ്പം ദീപേച്ചി വേഗം തന്നെ ആ മുട്ടേൻ്റെ പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്ന് പപ്പടം കാച്ചണം, അതേപോലെ തന്നെ വേറെ ഇവിടെ അച്ചാറുണ്ടായിരുന്നേ. അപ്പോൾ അച്ചാറും എല്ലാം കൂടിയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഭക്ഷണം, നമ്മൾ വലിയൊരു വിരുന്നുകാരൊന്നുമല്ലല്ലോ, നമ്മളെ വീട്ടുകാർ തന്നെയല്ലേ. അങ്ങനെ നമ്മളെ ഫുഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ ഒരു മോര് കറി ഉണ്ടായിരുന്നു, മുട്ടയുണ്ട്, ഉപ്പേരുണ്ട്, സാമ്പാറുണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പോരെ. അപ്പോൾ അതേപോലെ തന്നെ പപ്പടവും. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലായിട്ടോ. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്ന്. പിന്നെ അന്ന് സജീഷ് ചേട്ടൻ ഉള്ളതിനെ കൊണ്ട് തന്നെ ഒരാളും കൂടിയായേ. അപ്പോൾ സജീഷ് ചേട്ടൻ ക്യാമറാമാനാണ്, അതുകൊണ്ടാണ് സജീഷ് ചേട്ടനെ കാണാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അയിനു വന്നതിന് ശേഷം അപ്പോൾ ദേവുവിനൊരു ഇതായി, ഒരു ഒച്ച ആൾ ഒക്കെ ആയല്ലോ. അപ്പോൾ ഓളും കുറച്ച് ഉഷാറായിട്ടോ. ഇല്ലേ ഓളും ഈ ചടച്ചിങ്ങനെ ഒരു സ്ഥലത്തിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം മേമയും മോളും കൂടിയുള്ള കുറച്ച് സ്നേഹപ്രകടനമൊക്കെ ഉണ്ട് കേട്ടോ. ഇവളെ ഞാൻ ചെറുപ്പത്തിലേ എൻ്റെ അടുത്ത് തന്നെയാട്ടോ ഉണ്ടായത്. അതിൻ്റെ മോൾ എന്താക്കുക? സുന്ദരനായിക്കല്ലോ, അല്ല സുന്ദരി. സജീഷ് ചേട്ടൻ സുന്ദരി ആയതാ. ഒരു ഫോട്ടോ എടുക്കണോ? ഓള് ബ്യൂട്ടീഷ്യനായിട്ട് സജീഷറിനെ പുറപ്പെടുവിക്കുക കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ നല്ല കോമഡി ഉണ്ടായിനെ കാണാൻ. നമ്മളെ ചാന്തുപോട്ടിലെ ദിലീപില്ലേ, ഏകദേശം അങ്ങനെയുണ്ട്. ശരിക്കും ഇങ്ങനെയൊന്നും രൂപത്തിലൊന്നും ഞാനിതുവരെ സജീഷറിനെ കണ്ടിട്ടില്ല കേട്ടോ. ഇവള് അങ്ങനെ നിൽക്കുക, ഇങ്ങനെയാണോ നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ നിൽക്കുക, ഇങ്ങനെയാണോ അങ്ങനെയാണോ നിങ്ങൾ ബ്യൂട്ടി പാർലറോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് കുത്തി എണീപ്പിച്ചിട്ടോ കടന്നുറങ്ങുന്നിടത്തുനിന്ന്. അതിന് ശേഷം പൊട്ടും ഇതൊക്കെ കുത്തിയിട്ട് ഓളെ ഇഷ്ടത്തിന് നേരെ മുടിയെല്ലാം വാർന്ന് സെറ്റാക്കുന്നുണ്ടേ. ഞാൻ പറഞ്ഞ സജീഷേട്ടാ, ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു രൂപത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണും. വകയുള്ള പുറപ്പെടിക്കലിന് ശേഷം പിന്നെ അപ്പോഴത്തേക്ക് വൈകുന്നേരം ചായേൻ്റെ ടൈമൊക്കെ ആയിട്ടോ. പിന്നെ വിചാരിച്ച് ഏതായാലും ചായ വെക്കാന്ന്. അതിൻ്റെ ഇടയ്ക്ക് ദീപേച്ചി വരുമ്പം കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എരിവുള്ള ബിസ്ക്കറ്റ് ഇവിടെ ഇഷ്ടമാണ് എല്ലാവർക്കും, അതുകൊണ്ട് തന്നെ എരിവുള്ള സൈസുള്ള ബിസ്ക്കറ്റും പിന്നെ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ മിക്സ്ചറാട്ടോ. നല്ല അതും 2 എരിവുള്ളതാണ് കൊണ്ടുവന്നത്. അപ്പോൾ എരിവുള്ള മിക്സ്ചറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ച് ഏതായാലും നമ്മൾ ചായ പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴത്തേക്കും 4:30 ആയി. ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം ആയല്ലോ. അപ്പോൾ 4:30 ആയതിനു ശേഷം ഞാൻ സമൂസ ഉണ്ടായിരുന്നേ, അതിനോട് വിട്ടുപോയതാ പറയാം. അപ്പോൾ സമൂസയും ബിസ്ക്കറ്റും അതേപോലെ തന്നെ മിക്സ്ചറും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ചായ പരിപാടി നോക്കി. അപ്പോൾ ഇന്ന് നല്ല ഹാപ്പി സന്തോഷമുള്ള ദിവസമാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.